അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ S1 പിള്ളേരുടെ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ വരല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിലുണ്ടല്ലോ നിങ്ങൾ എന്തായാലും അവസാനം വരെ കാണും, കാരണം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം ഉടനെ അടുത്ത മാസം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സീരീസും ഇപ്പോൾ നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലുണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ് സിലബസ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ ഒരു ഔട്ട്കം തരാം. നിങ്ങൾ മസ്റ്റായിട്ട് അവസാനം വരെ വായിക്കാം, അവസാനം വരെ കാണാം. ഓക്കെ, അതിന് കാരണമുണ്ട്. ഇതിൽ ഞാൻ മെയിൻലി സിലബസ് എന്താണെന്ന് അല്ലെങ്കിൽ സിലബസ് എങ്ങനെ എടുക്കേണ്ടതെന്നു, പിന്നെ 2024 സ്കീമിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാനും 2019 സ്കീമിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാനും, എന്നിട്ട് അത് രണ്ടും എങ്ങനെ കമ്പയർ ചെയ്തിട്ട് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി 2019 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവില്ലേ അതും കമ്പയർ ചെയ്തിട്ട് ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സ്വയം നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രിഡിക്റ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇത് വളരെ യൂസ്ഫുൾ ആണ്, എന്തായാലും നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ സ്വയം പ്രെഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഏകദേശം ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്നൊരു സ്വയം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ഇപ്പോൾ പല കുട്ടികളും കമൻ്റ് ഇടാറുണ്ട്, ചേച്ചി പേടിയാവുന്ന എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട്, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ നിങ്ങൾ എക്സാം എഴുതുന്നത്. നിങ്ങൾക്ക് ഒരു സീരീസ് കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും ഇപ്പോഴത്തെ സീരീസിനും നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവാം. സീരീസിന് എനിക്കറിയില്ല, ബട്ട് കൂടുതലും യൂണിവേഴ്സിറ്റിനെ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഇത് വെച്ച് കമ്പയർ ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് S1 യൂസ്ഫുൾ ആയിരുന്നു. ഇങ്ങനെ തന്നെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല, ബട്ട് ഓൾമോസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും സിമിലർ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് തന്നെ നമുക്കറിയേണ്ടത് സിലബസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസ് അറിയാണ്ടാകുമ്പോഴാണ് നമ്മൾ തോന്നിയോണം എന്താ പഠിക്കേണ്ടത് എവിടെ പഠിക്കേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ അലഞ്ഞു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗൂഗിൾ എടുക്കുക, BTech 2024 സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ അടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയർ സിലബസ് ഗ്രൂപ്പ് C ആണ് നമ്മുടെ. സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് C ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. എനിക്ക് സെമസ്റ്റർ 3യുടെ സിലബസാണ് ആവശ്യം, അപ്പോൾ ഞാൻ അത് ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, S3 തന്നെ പല ബ്രാഞ്ചസും ഉണ്ടാവും, അത് ഏതാണെന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാം. ഇനി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണെങ്കിൽ ആ ടോപ്പിക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അതിൻ്റെ സിലബസ് കിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ സിലബസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കണ്ടു, സിലബസ് ഡൗൺലോഡ് ചെയ്തു. ഇനി നിങ്ങളോട് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു സീരീസ് എഴുതിയിട്ടുള്ളൂ, രണ്ടാമത്തെ സീരീസ് എഴുതാൻ പോവാണ്. മേ ബി നെക്സ്റ്റ് വീക്ക് കൊണ്ട് നിങ്ങളുടെ രണ്ടാമത്തെ സീരീസും കഴിയും. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇപ്പോൾ ഫസ്റ്റ് സീരീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ എക്സാം. അത് എഴുതി കഴിഞ്ഞിട്ടാണെങ്കിലോ എന്തോ മൊത്തം പഠിച്ചതായിരിക്കില്ല ചിലപ്പോൾ പോയി എഴുതിയത്, അല്ലെങ്കിൽ ഒക്കെ ഒരു മെസ്ഡപ്പ് പോലെ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സീരീസ്. അല്ലെങ്കിൽ ചിലർക്ക് ലക്ലി അവർ എല്ലാം കവർ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അവർക്ക് എക്സാം നന്നായി എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. മേ ബി ഓരോ പേഴ്സണേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. S1 ടൈമിലായാലും S2 ടൈമിലായാലും മനസ്സിലാവാത്ത കുറേ പിള്ളേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ സിലബസ് വെച്ചിട്ട് ഓരോ ടോപ്പിക്കും യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പെർട്ടിക്കുലർ ക്ലാസ് കിട്ടും. അങ്ങനെ നമുക്ക് പഠിക്കാം. പിന്നെ സിലബസിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കില്ല എന്താ പഠിക്കേണ്ടത് ഏതാ പഠിക്കേണ്ടത് എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ട് കൂടിയാണ് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഈ സിലബസ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പേപ്പറിൽ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് പോലെ എടുക്കുക. സിലബസ് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇത് പ്രിൻ്റ് പോലെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണ അടുത്ത പരിപാടി എന്തെന്ന് ഞാൻ കാട്ടിത്തരാം. നമ്മൾ 2019 സ്കീമിൻ്റെ സിലബസും കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോവാം. ഓക്കെ, 2019 സ്കീമിൻ്റെ സിലബസും കൂടി 2019 സ്കീമിൻ്റെ സിലബസും കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. 2019 സ്കീം എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസ് കിട്ടും. ഓക്കെ, KTU BTech 2019 സിലബസ് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സിവിൽ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബ്രാഞ്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസ് കിട്ടും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2024ലെയും 2019ലെയും സിലബസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്.
എന്തിനെ കമ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാട്ടിത്തരാം. ഇപ്പോൾ ഇത് ഞാൻ എഴുതി വെച്ചേക്കുന്നത് എൻ്റെ 2024 സിലബസും ടാബിലുള്ളത് 2019 സിലബസാണ്. എന്നിട്ട് ഞാനിത് കമ്പയർ ചെയ്യാണ്. അങ്ങനെ കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലതിൽ എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ടാവും. 2019 കുറച്ചുകൂടി എക്സ്ട്രാ ടോപ്പിക് ഉണ്ടാവും. നമുക്ക് എക്സ്ട്രാ ടോപ്പിക് ഒന്നും വേണ്ട, നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്ക് മതി. എന്നിട്ട് നമ്മൾ 2019 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KTU 2019 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഏത് സബ്ജക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 വർഷത്തെ 4 പ്രാവശ്യം നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും 2019 സ്കീമിൻ്റെ. അത് ഓരോന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്തിനാണ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്ന് ഞാൻ പറയാം. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ട്. കാരണം അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും നമുക്ക് ഓരോ വർഷവും സാമ്പിൾ പേപ്പർ ഇറക്കും യൂണിവേഴ്സിറ്റി. നമ്മുടെ മെയിൻ എക്സാമിന് മുന്നേ സാമ്പിൾ പേപ്പർ ഇറക്കും. ആ സാമ്പിൾ പേപ്പറും ഈ 2019 ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ഇപ്പം ഈ 2019 തന്നെ പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സാമ്പിൾ പേപ്പറിലുണ്ടാവും. അതിനർത്ഥം ആ ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. ഇപ്പം ദേ നോക്കൂ, ഞാൻ നമ്മുടെ സാമ്പിൾ പേപ്പർ എടുത്തേക്കുന്നത്. ഈ സാമ്പിൾ പേപ്പറും ഇപ്പം എൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് എൻ്റെ സബ്ജക്റ്റ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ഒരു മൊഡ്യൂളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അവർ തരും, യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇതും വെച്ചിട്ട് നമ്മുടെ 2019 കമ്പയർ ചെയ്യാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ ഒന്നും അറിയാത്തതിലും ഭേദമാണല്ലോ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇത്രയും വാസ്റ്റ് സിലബസ് ആയി നിങ്ങൾ ചിലപ്പോൾ പരീക്ഷയായിട്ട് 2 ദിവസം മുന്നേ ആയിരിക്കും ബുക്ക് തുറക്കാൻ പോകുന്നത് മെജോറിറ്റി ആൾക്കാരും. അങ്ങനെ തുറന്നിട്ട് ആകെ വണ്ടടിച്ചിരിക്കണേലും ഭേദം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് പറഞ്ഞ് ഒരു ടോപ്പിക് ഉണ്ട് നമ്മുടെ സാമ്പിൾ പേപ്പറിൽ നോക്കുമ്പോൾ. ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ആൻഡ് ടോട്ടൽ എനർജി ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവം. ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തു നോക്കുമ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 4 വർഷവും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2019 സ്കീമിന് 4 വർഷവും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാട്ടിത്തരുന്നുണ്ട്. നോക്ക്, എക്സ്പ്ലെയിൻ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആൻഡ് ടോട്ടൽ എനർജി ലൈൻ. ഇത് തന്നെ 4 പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തു നോക്കിയാലും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നോക്ക്, ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. നേരത്തെ അത് 3 മാർക്കിനാണെങ്കിൽ ഇപ്രാവശ്യം അത് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണ്, 9 മാർക്കിൻ്റെയോ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണ് ഇവർക്കിത് ചോദിച്ചേക്കുന്നത്. ഞാൻ കാട്ടിത്തരാം. ഇവിടെ നോക്ക്, ഡിഫൈൻ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ. അത് 3 മാർക്കിൻ്റെ 7 മാർക്ക് ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവർ ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സെയിം ക്വസ്റ്റ്യൻ വീണ്ടും 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 2019 റിപ്പീറ്റ് ഉണ്ട്. ആൻഡ് ഈ സെയിം സംഭവം നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ സാധനം നമ്മുടെ ക്വസ്റ്റ്യനിലും യൂണിവേഴ്സിറ്റിയിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ബൈഹാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുന്നല്ല, നന്നായി പഠിച്ചിട്ട് പോവാം. എന്തായാലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ ആ ക്വസ്റ്റ്യൻ വന്നെങ്കിൽ നമുക്കത് അവിടെ എഴുതാൻ പറ്റും. നമുക്കപ്പോൾ അത്ര 3 മാർക്ക് നമുക്ക് കിട്ടി. അതുപോലെ നമ്മൾ 2019 ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യാൻ നോക്കുക. അത് ആൻസർ ചെയ്യും, അതും നമ്മുടെ സാമ്പിൾ പേപ്പർ മൊത്തത്തിലൊന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം എങ്ങനെയായിരിക്കുന്നത്. സ്വയം നിങ്ങൾക്ക് തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രിഡിക്റ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനാണ്, അതുപോലെ 2-3 അല്ലെങ്കിൽ ഒരു 5-6 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ അതിലെ പ്രോബ്ലംസും ചെയ്തോ നോക്കുക. എന്തായാലും ഓൾമോസ്റ്റ് സിമിലർ, എക്സാക്റ്റ് സിമിലർ ആവണമെന്നൊന്നുമില്ല, ഓൾമോസ്റ്റ് സിമിലർ രീതിയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഓക്കെ, ഇപ്പോഴേ ഞാനിത് പറഞ്ഞു തന്ന വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ. 10 days ഹോളിഡേയ്സ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസൊക്കെ ആ പർട്ടിക്കുലർ ഇങ്ങനെ റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻസൊക്കെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ റിപ്പീറ്റ് ആവാത്ത ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഓരോ പേപ്പറിലുണ്ടാവും, അതൊക്കെ പഠിക്കുക. ഈ പ്രീവിയസ് ഇയറിലെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക, സാമ്പിൾ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുക. പിന്നെ ചിലതിൽ എക്സ്ട്രാ ടോപ്പിക് ഉണ്ടാവും. 2019 നമ്മുടെ സിലബസും എക്സാക്ട്ലി സെയിം അല്ല, കുറച്ചൊക്കെ അവർ
അവർക്ക് കൂടുതലുണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസ് വെച്ചുള്ള സാധനമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ 101% ഈ സെയിം ക്വസ്റ്റ്യൻസ് വരണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനിങ്ങനെ ഇത് കമ്പയർ ചെയ്ത് എൻ്റെ S1 ചെയ്തപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് അങ്ങനെ തന്നെ കിട്ടി. ഏകദേശം സിമിലർ പാറ്റേൺ അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസ് ആയാലും കുറേ റിപ്പീറ്റഡ് ആയത് തന്നെയായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ടൈമിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും യൂസ്ഫുൾ ആയോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. ആദ്യം നമ്മൾ 2024 സിലബസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു, 2019 സിലബസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ ഉണ്ടാവും, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ടോപ്പിക്ക് മാത്രം എടുത്താൽ മതി. എന്നിട്ട് 2019 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ സാമ്പിൾ പേപ്പറും ഡൗൺലോഡ് ചെയ്യുക. ഇത് രണ്ടും കമ്പയർ ചെയ്യുക. ഈ പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്യുക. അത് നല്ലവണ്ണം പഠിക്കുക. പ്ലസ് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി ഇറക്കിയ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ 2019 ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലംസിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവില്ല, അതൊക്കെ ചെയ്ത് നോക്കുക. ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുക്കാഭാഗം സിലബസ് നിങ്ങൾ പോലും അറിയാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമൊക്കെ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് പോവുക. ഈ സെയിം സംഭവം നമുക്കൊരു 50% അത് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എൻ്റെ S1. ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് മടുക്കും. കാരണം നിങ്ങൾക്ക് എങ്ങനെ എക്സാം വരാൻ പോകണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ മൊത്തം ഒരു ബെസ്റ്റ് സ്റ്റേജിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി എങ്ങനെയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒന്നറിയാണ്ട് വെറുതെ എന്തൊക്കെയോ പഠിക്കണേൽ അർത്ഥമില്ല. ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളൊരു രീതി മനസ്സിലാവും. പിന്നെ ഞാൻ പറയട്ടെ, 2019 പോലെ ആയിരിക്കില്ല 2024, അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പം ഈ 2019 തന്നെ ഒരു ക്വസ്റ്റ്യൻ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നമ്മുടെ ഇതിലേക്ക് വരാം, 2024 വരാം. കാരണം നമ്മൾ സിലബസ് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ടോപ്പിക്സ് അവർക്ക് എക്സ്ട്രാ ഉണ്ടെന്നുള്ളൂ. നമുക്ക് 4 മൊഡ്യൂൾ, അവർക്ക് 5 മൊഡ്യൂൾ. അപ്പം അത് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യും. എന്നും പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ വരണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഒന്നും അറിയാത്തതിലും ഭേദമാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു തന്നെ. ഇനി ഇതൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ബ്ലെയിം ചെയ്യാൻ വരരുത്. എനിക്കിത് യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് പേഴ്സണലി അറ്റ്ലീസ്റ്റ് 1-2 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്കത് കിട്ടിയത് അത്രയും ബെനിഫിറ്റ് ആണല്ലോ. പിന്നെ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നിങ്ങൾ പ്ലസ് ബാക്കി ടൈമിൽ ലൈക്ക് ജനറലി മൊത്തത്തിൽ കവർ ചെയ്യാൻ നോക്കുക. ഓൾമോസ്റ്റ് 3/4 പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റിക്ക് പോയാൽ മതി. ഞങ്ങളുടെ S3 മാത്സ് കുറച്ച് ടഫായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, സീരിയസ് ആയിട്ട് എടുക്കാണ്ട് ഇത് വിടരുത്. എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് 10 ദിവസം കിട്ടുമല്ലോ, 10 ദിവസം കിട്ടുമ്പോൾ നന്നായി പഠിക്കാൻ നോക്കുക. ഞങ്ങളുടെ S3 മാത്സ് നല്ല ടഫായിരുന്നു ഓൾമോസ്റ്റ്. അങ്ങനെയാണ് ജനറലി ഉള്ളൊരു ഒപ്പീനിയൻ. ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വലിയ ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമുണ്ടായില്ല മീൻസ് ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ എക്സാം എഴുതിയേക്കുന്നത്. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ബട്ട് ജനറലി എല്ലാവരുടെ ഒപ്പീനിയൻ നല്ല ടഫായിരുന്നു എന്നാണ് എന്നിട്ട് മാത്സിൻ്റെ ഇത്. അപ്പം നിങ്ങളോട് ഞാൻ നല്ല രീതിക്ക് പഠിക്കാനാണ് പറയുന്നത്. മാത്സൊക്കെ RBSCൻ്റെ എല്ലാ പ്രോബ്ലംസും വീണ്ടും ചെയ്ത് നോക്കുക. നന്നായി പഠിക്കുക. നല്ലോണം പഠിച്ചിട്ട് പോയി യൂണിവേഴ്സിറ്റി ചെയ്താൽ ആരും ഉഴപ്പരുത്. നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ നോക്കുക. സപ്ലി അടിച്ചെങ്കിൽ നല്ല പാടാണ്. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക. ഇപ്പോഴേ പഠിച്ചു. എന്തായാലും നിങ്ങളുടെ S2 ഇപ്പം എക്സാംസ് നടക്കുകയാണ്. ഇപ്പോഴേ നല്ല രീതിയിൽ പഠിക്കുക. യൂണിവേഴ്സിറ്റിക്ക് ഈ S2 പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിൽ S2 പഠിക്കുന്നതിനൊപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ റെസ്റ്റ് എടുക്കാണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്കും കൂടി പഠിക്കുക. 10 ദിവസം നിങ്ങൾ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാൻ നോക്കുക. ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്. എല്ലാ സബ്ജക്റ്റും അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറഞ്ഞൊരു കമ്പാരിസണെങ്കിലും നടത്താൻ നോക്കുക എല്ലാ സബ്ജക്റ്റിൻ്റെയും. ഓക്കെ, എന്നിട്ട് 4 ദിവസം ഉള്ളത് നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾമോസ്റ്റ് 3/4 ടോപ്പിക്സ്, എല്ലാ ടോപ്പിക്സും നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു ബേസിക് നോളജെങ്കിലും അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാണ്ട് അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമ്പറെങ്കിലും എഴുതി വയ്ക്കുക. കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പറെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും 2 വരെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാർക്ക് തരാൻ നോക്കും. അതുകൊണ്ട് എന്തെങ്കിലും എഴുതി വയ്ക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത്
ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞൊരു സംഭവമാണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വരണമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഇത് ഞാനിങ്ങനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്ന പോലെ തോന്നി. പിന്നെ മസ്റ്റായിട്ട് നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ KTU അത് അയക്കും. അതെന്തായാലും ചെയ്തിട്ട് പോകണം കേട്ടോ. അതിൽ നിന്നും സെയിം ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റിക്ക് S1 ടൈമിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കാം. ഓൾമോസ്റ്റ് ആ പാറ്റേണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഞാൻ വീണ്ടും പറയാം, ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു തരില്ല. ഇത് എനിക്ക് യൂസ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് ഇത് 101% ഈ സെയിം ക്വസ്റ്റ്യൻസ് വരണമെന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് എത്രയും ടോപ്പിക്സ് ഈ ഇങ്ങനത്തെ സെയിം റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കാണുമ്പോൾ അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ സെയിം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് വന്നില്ലെന്ന് പറഞ്ഞ് എന്നെ പൊങ്കാലിടാൻ വരരുത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കത് വന്നു, സെയിം ക്വസ്റ്റ്യൻസ് വന്നോണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഓക്കെ, എനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, നിങ്ങൾ നന്നായി എക്സാം എഴുതാൻ നോക്കുക. ഫസ്റ്റ് ഇതിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സെയിം സിറ്റുവേഷനാണ്. എല്ലാ S1കാരും ഈ സെയിം ഫേസിലൂടെ തന്നെ കടന്നു വയ്ക്കുന്നത്. S1 മാത്രമല്ല, ബാക്കി എല്ലാ ബ്രാഞ്ചസിനും S1, S2, S3 ബാക്കി എല്ലാ സെമസ്റ്ററിലും നമുക്ക് ഈ ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ വിടാൻ മറക്കുക. നന്നായി പഠിക്കുക, അപ്പോൾ എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് എനിക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ള സംഭവം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.